ഹലോ മൈ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഇന്ന് പോകാട്ടോ. അപ്പോൾ ഇവിടെ പോകുന്നത് വട്ടവടയൊക്കെ അടഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ തണവേണ്ട എല്ലാവരും പല്ലേക്ക് മാത്രം ഇതിൽ കുളിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ രാവിലത്തെ ഭക്ഷണം ബ്രെഡും ചിക്കൻ കറിയാണ് രാവിലത്തെ. ഇന്നലെ ഞാൻ ഉറക്കത്തിൽ പിച്ചും പൈ പറഞ്ഞു കേട്ടോ. ആക്സിലേറ്റർ കൂട്ടാൻ വന്നു. മനസ്സ് വണ്ടി എടുക്കണമെന്നൊക്കെ നോട്ടാ സിനിമ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്ത വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങാട്ടോ. നേരെ വണ്ടിയിൽ നമ്മൾ വട്ടവടയ്ക്ക് പോകാട്ടോ. അവിടെ കുറച്ച് റൈഡുകളും കാര്യങ്ങളൊക്കെ കയറാനാട്ടോ. നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ പോവാണ്, വട്ടവടയ്ക്ക് പോവാണ്. എല്ലാം റെഡിയായി, ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഈ ചോരൊക്കെ കയറിയിട്ട് നമ്മൾ അങ്ങനെ വട്ടവടയിൽ എത്താനായിട്ടാ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് വട്ടവടയിൽ ബ്ലോക്ക് കിട്ടിയിരിക്കുന്നു ഫ്രണ്ട്സ്. കോടാമഞ്ഞിൻ താഴ്വരയിൽ, കോടാമഞ്ഞിൻ താഴ്വരയിൽ. അപ്പൊ അങ്ങനെ നമ്മള് വട്ടവട ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുന്നു കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല ബ്ലോക്കും കാര്യങ്ങളുണ്ട്. വട്ടവടയുടെ ഉള്ളിലേക്കാണ് കടക്കാൻ പോവാണ് ഫ്രണ്ട്സ്. ഇതിങ്ങനെ വട്ടവടയുടെ ഉള്ളിലേക്ക് ഇതാ കടന്നു. ഇനി മൊത്തം നമ്മള് സ്ട്രോബെറി അങ്ങനത്തെ അല്ലാതെ ഇവിടെ ഉണ്ട് കേട്ടോ. കാട്ടുപോത്ത്, ആന, ഒട്ടകം, അത് കുറച്ച് കൂടി ഒട്ടകല്ല ഫ്രണ്ട്സ്. നല്ല വ്യൂ ട്ടാ. നമ്മളപ്പോ വട്ടവടയൊക്കെ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ കലാപരിയുടെ അതന്നെ ഇവിടെ ബുള്ളറ്റ് റൈഡേഴ്സ്മാരുണ്ട് കേട്ടോ. ഇവിടെ ഒരു ചേച്ചി റൈഡ് കൊടുക്കുന്നുണ്ടോ. ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ എങ്ങനെ വട്ടവടയിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഓഫ് റോഡ് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വണ്ടറ മോളെ കയറിയിട്ട് ഒരു ഫോട്ടോ പടക്കാനുള്ള പരിപാടി കേട്ടോ. നമ്മളെ പോലത്തെ ജീപ്പിൽ നമ്മള് യാത്ര പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓരോരുത്തരായിട്ട് കയറിയിട്ട വണ്ടറ മോൾക്ക് ഈ കലക്കും റിച്ചുടെ മുകളിൽ കയറിക്കുണ്ട്. തങ്കപ്പൻ തേങ്ങ പറിക്കാൻ പോയ പോലെ. ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അങ്ങനെ വണ്ടറ മോൾക്ക് കയറിയിരിക്കുന്നു. താറ്റടുത്തെ അതിനൊക്കെ താത്തിയായിരുന്നു. മുർഷിദിന്റെ അവിടെ, സിനാന്റെ അവിടെ എല്ലാരും ഉണ്ട് കേട്ടോ. എല്ലാമാരുണ്ട്. അവിടെ ഫോട്ടോഗ്രാഫർ ഉണ്ട്. ഈ രണ്ട് ജീപ്പിലാണ് നമ്മൾ ട്രക്കിങ് ഇങ്ങനെ കേട്ടോ. ഇതാണ് അപ്പൊ അവൻ്റെ ആള് ഫ്രണ്ട്സ്. അപ്പൊ അങ്ങനെ നമ്മള് യാത്ര തുടങ്ങിട്ടോ. അവരുടെ ബാക്കിലുണ്ട്. അയ്യോ ഈ ബ്ലോഗറിനോടെ കയറി 110. ഫ്രണ്ട്സ് അപ്പോൾ ഇവിടുത്തെ പാടങ്ങളാട്ട് എങ്ങനെയൊക്കെ ഉണ്ടാവും. പൊടിയാണ് പൊടി. സ്മോക്ക്. ഫ്രണ്ട്സ് നമ്മളപ്പോ ഏതൊരു വ്യൂ പോയിന്റ് വന്ന് നിർത്തിയേക്കാട്ടോ. വല്ലാത്ത ഓഫ് റോഡ് യാത്രയാണ്. എന്ത് പൊടിയാന്നറിയോ, എളുപ്പല്ല. ഇവിടുന്ന് കാണാൻ പറ്റുന്ന ഇതൊക്കെ ഇങ്ങനെ പോവും നമ്മള്. കണ്ട നമ്മളാ റോഡൊക്കെ ഉണ്ടോ, അതിനൊക്കെ പോട്ടെ നമ്മളിനി. അങ്ങനെ പോയി മോൾക്ക് എത്തും. അവിടെ കണ്ട ആദിവാസി കോളനി ആയിട്ടാണ് കണ്ട. ഒരു ഭാഗത്ത് ആദിവാസി കോളനി ആയിട്ട് അങ്ങോട്ട് ചേട്ടൻ കാണിച്ചിരുന്നു എടുത്തിട്ടാ. പക്ഷെ അങ്ങോട്ട് കയറാൻ വർഷത്തില് ഒറ്റ പ്രാവശ്യം മാത്രമായിട്ട് പറ്റുള്ളൂ. ആ ഭാഗത്ത് കണ്ട വർഷത്തിൽ ഒറ്റ പ്രാവശ്യം മാത്രമായിട്ട് പറ്റുള്ളൂ.
അടുത്ത വ്യൂ പോയിന്റേക്ക് നമ്മൾ വന്നാട്ടെ. എന്താ ഇവിടെ കാണാന്നറിയോ? നിറച്ച് വീടുകൾ നമ്മള് മുകളിൽ നിന്ന് കണ്ടോ. നല്ല സ്ഥലം ഇവിടെ നോക്കി നോക്കി. ഇതാ ആരൊക്കെ വീട് കാണണ്ട അവിടെ. എന്നാ നമ്മളെ കൂടെ ഉള്ളവരെ വണ്ടി വന്നു കേട്ടോ. മൂപ്പരാൾ ഇവിടെ വന്നിട്ടാണ് വണ്ടി എടുത്ത് പേടിച്ചു പോയി. ഫ്രണ്ട്സ് അങ്ങനെ ഒരു ഓഫ് റോഡ് യാത്രയ്ക്ക് ഒടുവിൽ നമ്മളൊരു സ്ട്രോബെറി ഫാമൊക്കെ എത്തിക്കുന്നു കേട്ടോ. അതാണ് സ്ട്രോബെറി ഫാം. എല്ലാവരും ഇറക്കിന് വേണ്ടിയിരുന്നു. ഇതാണ് അപ്പോൾ സ്ട്രോബെറി ഫാം. സ്ട്രോബെറി കൂടെ ഉണ്ടായിട്ടാ. ചെറുതുണ്ടായിട്ടാ. ചെയ്യാനൊക്കെ പറ്റും. നമുക്ക് ഫ്രീ ആയിട്ട് ടെസ്റ്റിങ്ങിനായിട്ട് ഇതുണ്ടാ. ചെറുതുണ്ടായിട്ടാ. എല്ലാമാരും കയറുന്നുണ്ട് ഓരോന്ന് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം സ്ട്രോബെറി ഉണ്ടായിരിക്കണം. നോക്കിയേ സ്ട്രോബെറി ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പുറത്തെ ഭാഗത്ത് ഉണ്ടായിരിക്കണം. ഇവിടുന്ന് സ്ട്രോബെറി ടെസ്റ്റിങ്ങിനായിട്ട് തരും കേട്ടോ. കണ്ടാ ടെസ്റ്റിങ്ങിനായിട്ട് സ്ട്രോബെറി എല്ലാവരും കൈ നീട്ടിയൊക്കെ നോക്കിയേ. ടെസ്റ്റ് ചെയ്തോക്കട്ടെ എങ്ങനെയുണ്ട്. അതല്ലേ നോക്കട്ടെ. നല്ലതല്ലേ? എങ്ങനെയുണ്ട് പറയുന്നിട്ട്? കണ്ണാടൊക്കെ വെച്ച് കഴിക്കും. മധുരമില്ലല്ലോ. മധുരം കുഴപ്പമില്ല. അടുത്ത് സ്ട്രോബെറി ജാം ഇട്ടാ. സ്ട്രോബെറി ജാം സ്ട്രോബെറി ജാം അതല്ലേ ചോദിക്കുന്നത്. തല്ലൂടെ സ്ട്രോബെറിക്ക് കിട്ടിയിട്ടില്ല. ആദ്യം ചെറിയിലിരിക്കണ്ടേ. സ്ട്രോബെറി ജാം അടിപൊളിട്ടാ. തേന വെച്ചിട്ടുണ്ടോ? രസം. സ്ട്രോബെറി ജാം രസമുണ്ട് ഇല്ലേ? തരിയും കൂടി നല്ല രസമുണ്ട്. തീരുവോ അവര് സ്ട്രോബെറി ഉണ്ടാ ഇട്ടിച്ചുണ്ട് ഇതില്. ഇതുണ്ട്. സ്ട്രോബെറിക്ക് എത്ര? സ്ട്രോബെറിക്ക് എത്ര? നമുക്ക് സ്ട്രോബെറി വാങ്ങിച്ചിട്ടുണ്ട്. അടുത്ത് നമ്മള് വെള്ളംചാട്ടം കാണാൻ വേണ്ടി പോകണ്ട. വെള്ളംചാട്ടം അവരൊക്കെ എവിടെ നമ്മളെ കൂടെ വന്നവര്. ഇതാണ് വെള്ളംചാട്ടം. നമ്മളത്ര പോരാ. പറയടാ. ഇതാണ് വെള്ളച്ചാട്ടം. ഈ വേനൽക്കാലത്ത് ഇവിടെ വെള്ളം ഉണ്ടില്ലേ? പുഷ്പ വന്നിഞ്ഞി പറഞ്ഞ എന്റെ മണ്ണായ്മ ഒന്നേരും. അതൊന്നും ആദ്യം പറഞ്ഞേ. പുഷ്പവണ്ണില് ചന്ദന തടി വെള്ളത്തിൽ കിടുമ്പോ കൂടെ ഒലിച്ചു വരില്ലേ? രണ്ട് തടി അത് ഇവിടെ കിടക്കണ്ട. രണ്ട് തടി. ഏത് തടി? ചന്ദന തടി. എന്റെ ചളിയല്ലാട്ടത്. ഇതാണ് വെള്ളച്ചാട്ടം. ഇതാണ് വെള്ളച്ചാട്ടം. അശ്വിത പോണ്ടിട്ടാ.
ഫോട്ടോ എടുക്കാനാ പോണേ തിരിച്ചു പോയപ്പോ ഇങ്ങോട്ട് തന്നെ വരും. സ്ഥലമുണ്ടാ വെള്ളം എറിഞ്ഞു കൊടുക്കണ ആദ്യത്തെ മനുഷ്യൻ വെള്ളം എറിഞ്ഞെടുത്ത് തണുണ്ട് നോക്കിയ റംഷുബായി കയറിപ്പോണ്ട്. റംഷു പിടിച്ചെടുക്ക് ഏതാണ് ഞാൻ ആവശ്യം പോകാതെ ആവശ്യം തന്നെ സ്വർണ്ണുണ്ടോ? ആരെ പറഞ്ഞു? അംശേക്ക് എങ്ങനെയുണ്ട്? അടിപൊളി. മഴക്കലുണ്ടോ? സ്വർണ്ണം ഉണ്ടോ നോക്കാണ് അസ്ലാംക. ഇപ്പൊ വെള്ളച്ചാട്ടിന്റെ അടുത്ത് യാത്ര പറഞ്ഞിട്ട് നമ്മളിതാ ഇവിടുന്ന് ഇറങ്ങാൻ പോവാട്ടാ. ഇനി വേറെ ഏതോ സ്ഥലത്തേക്കാണ് പോണേ, എങ്ങനെയാന്ന് അറിയില്ല. ഇനി വീടൊന്നുമല്ല, ഇനി ഫുഡ് കഴിക്കാനാവുമ്പോ ഉണ്ടാവുക. ഇത് ഞാൻ ആരെങ്കിലും മോട്ടർ അടിച്ചു വിടണാണ്. ഇനി ഇതിരിക്കാനുള്ള സെറ്റപ്പാട്ടത്. അതിലിവിടെ ഇരിക്കണ്ടേ. ഇതാ അവിടെ കയറിയിട്ട് മുകളിലത്തെ വ്യൂ ഒക്കെ ആസ്വദിക്കാൻ വേണ്ടി വേറെ സെറ്റപ്പ്. അങ്ങനെ കുറെ എണ്ണങ്ങളുണ്ട് ഇവിടെ. കാറ്റുള്ളി വലിച്ചിണ്ട്. അസ്ലാം കൊണ്ട് നിങ്ങൾ നോക്കിയ എങ്ങോട്ടൊക്കെ പോയി. നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകട്ടോ. കുറച്ചൊക്കെ അവിടെ ഭക്ഷണം കഴിക്കേണ്ടിരിക്കുന്നുണ്ട്. നമ്മളിതാ വ്യൂ ആസ്വദിച്ചിട്ടാ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഭക്ഷണം എന്താന്ന് വെച്ചാൽ സാധാ ചോറ്, പപ്പടം, ചമ്മന്തി, ഇതൊക്കെ തന്നെ. നമ്മളടുത്തതായിട്ട് സൂസൈഡ് പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് കേട്ടോ. സൂസൈഡ് അത് കാണാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. അപ്പോൾ ജമാലിക്കുണ്ട്. എന്തെങ്ങനെ കഴിച്ചു നോക്കിയേ, കഴിച്ചു നോക്കിയ ഇതെങ്ങനെ ഉണ്ടാവുക? ഹാമിദ് ഉണ്ടല്ലോ, അതാണ് ഹാമിദ്. ഞാൻ നിൽക്കുന്നതാണ് ഹാമിദ്. ഹാമിദ് ഇപ്പൊ യൂട്യൂബിൽ വൈറലാവും. നമ്മളൊരു ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് പറഞ്ഞെടുത്തോ, അത് പറഞ്ഞു. ഈ മൂപ്പര് വാങ്ങിച്ചാട്ടോ ഇത്. ചെറിയ പിസ്റ്റലല്ലേ? ബുള്ളറ്റ് ഇട്ട് പൊട്ടിച്ചു നോക്കുന്നു. ഇതാണ് ബുള്ളറ്റ്. ലോഡ് ചെയ്യണ എങ്ങനെ? ഇതിന് ഇവിടെ വിളിക്കണോ? ഓ, അത് ബാക്ക് ഭാഗത്തല്ല. ഇവിടെ ലോഡ് ചെയ്തിട്ട് മൈ ഫ്രണ്ട്സ് യാച്ചൊരു ഐറ്റം വാങ്ങിച്ചിട്ടാ. ഓഫ് റോഡൊക്കെ ഓടിക്കാൻ പറ്റുന്ന അവൻ്റെ ഉണ്ണിക്കൊരു വണ്ടി വാങ്ങിച്ചാട്ടാ. ഇവിടെ ഭാരതാണ് പാട്ടാ. നമുക്കൊന്ന് സുള്ളാൻ പോയിട്ട് വരാം. പിന്നെ കാട് ചെയ്യാൻ സുഖമില്ല. അസല നമുക്കൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ്. അടുത്തായി നമ്മൾ വന്നിരിക്കുന്നത് എക്കോ പോയിന്റ്. എക്കോ ഇല്ല, ആരെങ്കിലും ഉണ്ടോ? സൗണ്ടൊക്കെ പോയി വണ്ടിയുള്ള ശബ്ദം ഇട്ടിട്ട്. മെല്ലെ ഒക്കെ സൂപ്പറാവും. അപ്പൊ ഇവിടെ ഡാൻസ് കളിക്കാനുള്ള പരിപാടിയാണ്. ചില്ലമ്പള്ളിക്കാറ്റ്, അത് അതിലുള്ള ഡാൻസ് കളിക്കാൻ വേണ്ടി പരിപാടിയാണ്.
കണ്ണാ സോറിട്ടാ ആ ചെക്കന്മാരെ ഡാൻസ് ചെയ്യണ ചോക്ലേറ്റ് ആയിട്ട് നമ്മൾ ഇതെടുത്തിട്ട് വരണം കളതാ ഒരെണ്ണം തരുമെന്ന് ജസ്റ്റ് നോക്കാം ചെറുത് മതി ചായയിലിരുന്ന ചോക്ലേറ്റിന്റെ പൊടിയാട്ടത് 200 ഞാൻ വാങ്ങുന്നുണ്ട് തണവുകൊണ്ട് മൂത്രയിക്കാളെ ഓട്ടാടല്ലേ നമ്മളിങ്ങടാട്ടെ ഫുഡ് കഴിക്കാൻ വന്നേക്കണേ ഉച്ചവരെ അവിടെ ഫുഡ് കഴിക്കണ്ടേ ഇവിടുത്തെ എല്ലാവരും കൂടി ഇവിടെ ഇരിക്കുന്നത് ഫുഡ് എന്താ വെച്ചാൽ കുഴിമന്തി എല്ലാതും കഴിഞ്ഞു മക്കളെ. അപ്പോൾ ട്രിപ്പ് കഴിഞ്ഞിരിക്കുന്നു. എന്താ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ ശരി, പിന്നെ നാളെ കാണാം.